ഹേ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു അടിപൊളി ചലഞ്ച് ആയിട്ട് വന്നിരിക്കുന്നത്. ചലഞ്ച് വേറൊന്നുമല്ല, നമ്മൾ 15 ഡെയർ ചലഞ്ച് ആണ് ഗൈസ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. 50 ഡെയർ ചലഞ്ച് ഇതെല്ലാം നീ ചെയ്താൽ വളരെ നന്നായിരിക്കും ഗൈസ്. അപ്പൊ ഇന്ന് പണികൾ എന്ന് പറഞ്ഞാൽ അമ്മാതിരി പണി നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത് അലമാരയിലാണ്. അതെ ഗൈസ്, ഇനിയും വൈകിപ്പിച്ച, അതായത് നമ്മൾ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വൈകിപ്പിച്ച ഈ അലമാര നല്ല ഇളകി തറയും ഓരോന്നോരോന്നായിട്ട് വീണോണ്ടിരിക്കും. അപ്പൊ അത് കാരണം നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ പണികളാണോ എഴുതി വെച്ചേക്കുന്നേ പടച്ചോരി. എന്തായാലും ലക്കെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം 50 എണ്ണവും ലക്കില്ലടാ, എല്ലാം പണിയല്ലേ. ആട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓക്കെ ആദ്യം തെരഞ്ഞെടുക്കണമെന്ന് അറിയണമല്ലോ. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസർ ആണെങ്കിൽ സ്റ്റോൺ പേപ്പർ സിസർ. സ്റ്റോൺ പേപ്പർ സിസർ. എപ്പോഴും ഞാൻ പേപ്പർ എന്തൊരു കഷ്ടമാണ്. ഓക്കെ, കുഴപ്പമില്ല. ഫസ്റ്റിലത്തെ ഡയർ നീ എടുക്കാൻ പോലെ എങ്കിലും ടൈ ആയിരിക്കുമല്ലോ. 25 എണ്ണം നിനക്ക് ഞാൻ തരും. ഐശ്വര്യത്തിൽ എടുക്കും. ക്ലാസിക്കൽ ഡാൻസ് ചെയ്യണം. എന്നെ ആരും തേടി വിളിക്കരുത്. എനിക്ക് അരമണ്ഡലവും മുക്കാമണ്ഡലവും ഒന്നുമേ അറിയത്തില്ല. നീ ഉള്ള മണ്ഡലത്തിൽ ഇത് ചെയ്യും. എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ സാധനം ഇങ്ങനെങ്ങാണ്ട് ചെയ്ത് ആരത്ര വലിയ പോയി വിട്ടേ. അയ്യോ, എടുക്കടാ നീ. എനിക്ക് കാണണ്ട. Make a laugh others. Okay, make a laugh others. ഞാൻ ഇവിടെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കും. നീ എന്തെങ്കിലുമൊക്കെ മുഖത്ത് എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് എന്നെ ചിരിപ്പിക്കണം. അത് പണി എനിക്ക് ചിരിപ്പിക്കണം. സ്റ്റാർട്ട്. ഞാൻ എന്റെ ജോലി വളരെ പെട്ടെന്ന് തന്നെ വേലക്ക് പിടിച്ച് എനിക്കോട് വേദന എടുക്കുന്നില്ല. ദിലീപിന്റെ 5 സിനിമകൾ പെട്ടെന്ന് പറയണം. ഓക്കെ, ദിലീപിന്റെ മീശമാധവൻ, മീശമാധവൻ, CID മൂസ, ക്രേസി ഗോപാലൻ, മോസൻ ക്യാറ്റ്, കാര്യസ്ഥൻ. ഒറ്റക്കാലിൽ നിന്ന് തൂത്തുവാരിക. ഒറ്റക്കാലിൽ നിന്ന് തൂത്തുവാരി. ഇവിടെ തൂത്തുവാരി. അവിടെ തൂത്തുവാരി. ഞാൻ നിനക്ക് ചൂട് തരും. പണി ഒറ്റക്കാലിൽ നിന്ന് തൂത്തുവാര വലിയ വിഷയം എന്നുള്ള കാര്യം. ഇവിടെ ഫുള്ള് തൂക്കണം. ഇങ്ങനെ അതെന്ത് പണിയാക്കുന്നേ? നീ ഇപ്പൊ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഒറ്റക്കാലിൽ ഇങ്ങനെ ചാടി ചാടി പിടിക്കാൻ പറ്റുമോ? നല്ല വൃത്തിയാവണം കേട്ടോ. ഇവിടെ നല്ല വൃത്തിക്ക് കിടന്നേ. ഇവിടെ പോയി ഇത് വലിച്ചു കീറി ഇട്ടതാ. ഇതിപ്പോ അങ്ങോട്ട് ഞാൻ നോക്കി. ഓക്കെ ശരി ശരി. എടുക്കട്ടെ. അതെ 11. ഇതെന്ത് ചെയ്തേക്കുന്നത്? 25 ബാക്കിലോട്ട് എണ്ണണം. സ്പീഡില് 25 ബാക്കിലോട്ട് 1 വരെ. 25, 24, 23, 22, 21, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഞാൻ പെണ്ണെ പഠിക്കാൻ ഞാൻ പഠിച്ചാളാ. ഗൈസ്, അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് 1. വലുതാന്ന് തോന്നുന്നുണ്ട്. വെല്ലി ഡാൻസ്. വെല്ലി ഡാൻസ്. ബെല്ലിയാ കുളിക്കാൻ പറഞ്ഞത് എന്തല്ല. ബെല്ലിക്ക് പാട്ട് പാടി താഴെ. മതി ഇല്ലാരും പിടിച്ചോണ്ട് പോയാറില്ല. 20. റോഡിൽ ഇറങ്ങി പാട്ട് പാടി ഡാൻസ് ചെയ്യുക. അതായത് ശാന്തി കേട്ടാ, റോഡിൽ ഇറങ്ങി പാട്ട് പാടി ഡാൻസ് ചെയ്യുക. ഓക്കെ, സമയമില്ല. വാ ഇവിടെ. മുകളിലേക്ക് മാങ്ങ താഴേക്ക് ചെളികുത്ത്. മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. അന്നേ നീ ഇവിടെ വന്ന് നാട്ടുകാർ വല്ലതും പറയും. വാ ഇവിടെ കേറാത്ത. എടാ, ഈ ദുഷ്ടമുണ്ടല്ലോ, ആ റോഡിൽ കൂടെ എത്ര ചേട്ടന്മാര് പോയതറിയോ? അവരെല്ലാം പോയി പോകുമ്പോ പറയുമ്പോ കളിക്കടി. അവര് പോയിട്ട് കളിച്ചാ പോരെ. ഞാൻ നോക്കാവേ. കുത്തുപാട്ട് ഇമോഷണലി പാടണം. കുത്തുപാട്ട് ഇമോഷണലി പാടറാ. കുത്തുപാട്ടല്ലയോ? കുത്തുപാട്ട്. നാക്കുമുക്ക
കുറച്ചെടുത്തു. അഞ്ച് ഡ്രസ് ധരിക്കാൻ. ഷാനു എന്റെ 5 ഡ്രസ് ഒന്നിച്ചിടാൻ വേണ്ടി പോവാണേ. സ്പീഡപ്പ് ആക്കണം കേട്ടോ, പെട്ടെന്നാക്കണേ. അല്ല പിന്നെ എന്തൊരു ചലഞ്ചാ. എന്താ സഹായിക്കണം മോനെ. തലമുടി അതിനെ സഹായിക്കുന്നേ. പോട്ടെ 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 പോട്ടെ. രണ്ടെണ്ണേ. ഇതിങ്ങനെ ചെറുതൊന്നും ഇല്ലായിരുന്നു നിനക്കിടാന്. എന്റെ മോനെ, ഞാൻ വിചാരിച്ചത് നിനക്കായിരിക്കും കിട്ടുന്നത്. സ്വയം എഴുതി പണി മേടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് ചെയ്യണം, പെണ്ണുമ്പുള്ള ഡ്രസ് ഇടിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു. നെക്സ്റ്റ് ഗൈസ്. അപ്പൊ 4ാമത്തെയാണ്. പോട്ടെ പോട്ടെ. ഇത് 4ാമത്തെ അല്ലേ? നല്ല ഭംഗി ഉണ്ടാവും. നിനക്ക് വണ്ണം വെച്ചു കേട്ടോ. താങ്ക് യുടാ. ചെറിയൊരു അങ്കിൾ പെണ്ണായിട്ട് മാറുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അതാ. ഇതെന്താടാ ഇതിന്റെ കൈയൊക്കെ എടുത്ത് തരണ്ടേ? നീ എന്താണോ ഹെൽപ്പ് സഹായിക്കേണ്ടത്? ഞാൻ സഹായിക്കാനുള്ള സഹായ ഹസ്തമായിട്ട് നീ ഞാൻ എങ്ങനെ പറയൂ? അതൊക്കെ വെറുതെ. പോട്ടെ പോട്ടെ പോട്ടെ. കേട്ടെ കേറട്ടെ. അയ്യോ കേറട്ടെ. ഇതങ്ങോട്ട് വരുന്നില്ല. ഇത് ഫുള്ള് നൂല്. എന്ത് ഇതന്നെ കറക്റ്റോ? നല്ല ഭംഗിയുണ്ട്. അപ്പൊ 4 കഴിഞ്ഞ് 5ാമത്തെ. ഇത് ഞാൻ മനഃപൂർവ്വം ഞാൻ എടുത്ത, കാരണം ഇത് ഇവിടെ കൊണ്ട് ക്ലോസ് ആവുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇതും കൂടി ഇട്ട് ഞാൻ മറ്റേ ചേച്ചിമാരുടെ തൊഴിലുറപ്പിന് അവളെ ഇങ്ങോട്ട് വാടി. ഞാൻ ഇട്ടുതരാം. എനിക്ക് ഇത്രയും വണ്ണുള്ളത് സേട്ടൻ ഇട്ടുതരാം. ഒരു ബട്ടൺസ് ഇട്ടാൽ കറക്റ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് ആണെങ്കിൽ ബട്ടൺസ് വരും. ബട്ടൺസ് വരും. ബട്ടൺസ് ബട്ടൺസ് അല്ലടി ബട്ടൺസ്. ഇതിനൊക്കെ എന്തിന്റെ കാണാം? എങ്ങനെയുണ്ട് എന്നെ കാണാൻ? നല്ല രസമുണ്ട്. ഇത്രയും വണ്ണം ഉണ്ടായിരുന്നില്ല. സുന്ദരിയാടി നീ. പോയേക്കാം. അപ്പൊ ഒരു 100 കിലോ ആക്കിയാൽ എങ്ങനെ ഗൈസ്? എങ്ങനെയുണ്ട്? ഏതങ്ങനെ ഷാനു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണേ. അത് ഞാൻ പോയപ്പോ നീ ചെയ്യുന്നത്. ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ആക്ട്രസിനെ അനുകരിച്ചിട്ട് അത് ആരാണെന്ന് എന്നെ കൊണ്ട് പറയും. അത്രയാണല്ലോ സിമ്പിൾ പരിപാടി. മനസ്സിലായില്ലേ? ഇല്ല. നീ അഭിനയിക്കില്ല. മനസ്സിലായി. അഭിനയിക്കട്ടെ. ഇയാൾക്ക് എന്താണ് വയ്യേ? എന്താ എന്താ കാണിക്കേ? കയ്യില് കൊടുത്ത വിറക് കീറണം. എന്റെ പള്ളി. ചെറിയ പണി. കോടാലി എടുക്കുക, കയ്യില് കൊടുക്കുക, വെട്ടി കീറുക. അത്രേ ഉള്ളൂ. ചേട്ടാ ചോരക്കള ഒഴുക്കും. കയ്യിലേക്ക് താത്തെടുക്കാതെയും എന്നെ അറിയത്തില്ല. വേറെ ഇട്ടുതരാം. കുഞ്ഞു പറ വിട്ടറാ. കുഞ്ഞു പറ വിട്ടറാടാ. ഏറ്റവും ചെറിയ വിറകെടുത്ത് കൊടുക്കാം. ചേച്ചി ഇത് കഴിഞ്ഞിട്ടാണ് ചേച്ചി അപ്പുറത്തെ വീട്ടില് കീറാൻ. സോമൻ കൊച്ചാട്ടനാണെങ്കിൽ സോമൻ കൊച്ചാട്ടനോ? കീറി കീറി കീറി. തെക്ക് നോക്കി വടക്കോട്ട് കീറിക്കോ. മാറിക്കോടാ. ആ കീറട്ടെ. എങ്ങനെ കീറട്ടെ? കോടാലി അങ്ങോട്ട് പൊങ്ങുന്നില്ലല്ലോ. ഓ ഗൈസ്, ഷാനു കീറി. നല്ല പച്ച വിറക പഴിപ്പിച്ച തിന്ന. അപ്പൊ ഇവിടത്തെ കഴിഞ്ഞ് അടുത്ത എവിടെ സന്തോഷായി. ഒന്നാമത് നടുവനക്കം വയ്യാണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഏകദേശം തീരുമാനമായി. 15. ഒരു കുഞ്ഞിനെ പോലെ അഭിനയിക്കണം. അഭിനയല്ല നിനക്ക് കിട്ടുന്നേ. കൊച്ചു കരയാൻ മാത്രമേ ചെയ്യത്തുള്ളൂ.
കോച്ചാതെ പിടിച്ചതാ. കൊച്ചു ചെന്നി വന്നത്. കിടന്നോ? ഇവന് കോച്ചാതെ പിടിച്ചിട്ട് ഇങ്ങനെ 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 പോകും. പകിട 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 പകിട. എടുക്ക്. 6. ഒരു കുപ്പി വെള്ളം 15 സെക്കൻഡിൽ കുടിച്ചു തീർക്കണം. ചാലഞ്ച് ഈ ടാസ്ക് എല്ലാം എഴുതി വെച്ചേക്കുന്ന പണികളെല്ലാം ഞാൻ നിനക്ക് കിട്ടുമെന്ന് വിചാരിച്ചതാണ്. അതൊക്കെ കഴിച്ചാല് ഗൈസ്. അപ്പൊ ഞാൻ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. വെറും 15 സെക്കൻഡിലോ 15 സെക്കൻഡിൽ വെള്ളം ഫുള്ള് കുടിച്ചിരണം. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. അയ്യാ എന്താ വാള് വെക്കല്ലേ? വെക്കല്ലേ? ഇല്ല. വെക്കല്ലേ? വയറില് വെക്കല്ലേ? എന്റെ കുഞ്ഞ് വാള് വെക്ക. 10. ഷോ യുവർ ആധാർ കാർഡ് ഫോട്ടോ. അല്ല അതൊക്കെ ഇപ്പൊ കാണിക്കണം. ആധാർ കാർഡ് കാണിക്കണം. ആധാർ കാർഡിലെ ഫോട്ടോ ഞാൻ ആധാർ കാർഡൊക്കെ പേശ് വെച്ചു കേട്ടോ. ആധാർ കാർഡിലെ ഫോട്ടോ തന്നെ കാണിക്കണം. ആധാർ കാർഡ് കാണിക്കാൻ എന്താ കുഴപ്പം? ആധാർ കാർഡ് സുന്ദരമായിട്ട് ഇരിക്കുക. പിന്നെ ഞാൻ കാണിച്ചോളാം. നിങ്ങൾ ഇത് കാണുക. ഈ പറയുന്ന ഇയാളുടെ എടുത്തോ. അപ്പൊ അറിയാൻ പറ്റും ഗൈസ് ഇതാരാ എന്റെ ആധാർ കാർഡിലെ ഫോട്ടോ. അയ്യോടാ സുന്ദരനല്ലേ? പിടികിട്ടാ പുള്ളിയെ പിടിച്ചിട്ടേ വായിൽ വെള്ളം നിറച്ച പാട്ട് പാടുക. വായിൽ വെള്ളം നിറച്ച പാട്ട് പാടി എന്നെ മനസ്സിലാക്കണം ഏത് പാട്ടാണ്. വെള്ളം കുടിക്കണം, വെള്ളം നിറയ്ക്കണം. എന്തൊരു അവസ്ഥ. വെള്ളം നിറച്ചു വെച്ചിട്ട് ഞാൻ കുപ്പി കണ്ട കുപ്പി തന്നു. അത് തിന്നല്ലേ? പാടുകുട്ടി അതൊരു പാട്ട് പോയി. നീ ഫെയിലാട്ടോ. തുറന്ന് പാടോ. ഒന്നാം തുമ്പി പോരാമോ? കണ്ണാൻ തുമ്പി പോരാമോ? അയ്യോ അത് മനസ്സിലാക്കി എന്നെ സമ്മതിക്കണം ഗൈസ്. അപ്പൊ നമ്മള് നേരെ 50ാമത്തെ ഡേറിലേക്ക് പോവാണ്. ഗൈസ് ഇനിയും പോയി കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് ആയി പോകും ഗൈസ്. ഒരു ബസ് കണ്ടക്ടറായിട്ട് അഭിനയിക്കാൻ മൊത്തം അഭിനയം നിനക്കൊന്നോടെ കിട്ടുന്നേ. വെള്ളം കുടിക്കാനും ഞാൻ അല്ല തൂക്കി പിടിച്ചേക്കാം. പത്തനംതിട്ട അടൂര് തട്ട 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 തട്ട. ചേച്ചി പെട്ടെന്ന് കയറി ചേച്ചി. ചേച്ചി ഒന്ന് ഒതുങ്ങിക്കൂടെ? കുഞ്ഞിനും കൂടെ കയറിയില്ല. ഒന്ന് ഒതുങ്ങി കൊടുത്തൂടെ? ടിക്കറ്റ് കണ്ടക്ടർ കണ്ട കമ്പി പിടിച്ചിരിക്കുന്നു. മറ്റേ സാധനം പറഞ്ഞില്ല. ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട്. നീ എന്റെ പൊന്നു ചേച്ചി, ആ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഇല്ലാത്തുള്ളൂ. അങ്ങോട്ട് കുറച്ച് കയറി നിൽക്കും. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി നിൽക്കാനാ? ഇവിടെ ഫ്രീ ടിക്കറ്റ് ഒന്നും ഇല്ല. KSRTC പോകണം ഫ്രീ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ. ടിക്കറ്റ് ചേട്ടാ മാറിക്കേ. അയ്യോ എന്റെ കണ്ടക്ടർ ഇങ്ങനെ നീ പറഞ്ഞു. ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡെയർ ചലഞ്ച് അതെ ഡെയർ ചലഞ്ച് കൊള്ളാം അല്ലേ? അപ്പൊ നമുക്ക് ഡെയിലി നമ്മൾ ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഇനി വരുന്നതായിരിക്കും. എനിക്ക് എഴുതണം ഗൈസ്. ഇനി കുറച്ച് പണികൾ എനിക്ക് എഴുതി വെക്കാം ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത് 100 ഡെയർ ചലഞ്ച് ചെയ്യും. അതിൽ മൊത്തം ഷാൻ നമ്മൾ പണി കൊടുത്തിരിക്കും. ഇപ്പൊ കിട്ടിയതൊന്നും പോരെ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ.